ഹൈനകളുടെ പേരിലുള്ള ഏറ്റവും വലിയ അപവാദം പിടിച്ച ഇരകളെ ജീവനോടെ തിന്നുന്നു എന്നതാണ്. അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. മറ്റുള്ള പൂച്ചവർഗ്ഗങ്ങളെ പോലെ ഇരയെ അള്ളിപ്പിടിച്ച് നിർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് കിട്ടിയ ഇരയെ എല്ലാവരും ചേർന്ന് കടിച്ചു കുടയും. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ശരിക്കും ഇവന്മാർ ക്രൂരന്മാരായതുകൊണ്ടല്ല ഇങ്ങനെ തിന്നുന്നത്, ഇവരുടെ അതിജീവനത്തിന്റെ രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ്. മറ്റൊരു പ്രധാന കാരണം ഈ രാജാവ് സിംഹമാണ്. തങ്ങൾ പിടിച്ച ഇരയെ മറ്റാരെങ്കിലും തട്ടിയെടുക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തിന്നു തീർക്കാൻ ശ്രമിക്കുന്നവരാണ് ഹൈനകൾ. ഇത്ര ക്രൂരന്മാരായിട്ട് ചിത്രീകരിക്കപ്പെട്ട ഹൈനകളുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാവം തോന്നും. ജനിക്കുന്ന ദിവസം തൊട്ട് ഏതൊരു ഹൈനയുടെയും ജീവിതം സംഘർഷം നിറഞ്ഞതാണ്. ഓരോ കൂട്ടത്തിലും വ്യക്തമായിട്ടുള്ള റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ജീവിക്കുന്നത്. പെൺ ഹൈനകളാണ് ഈ റാങ്കിങ്ങിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ആണിനേക്കാൾ വലിപ്പവും ശക്തിയും ഇവർക്ക് കൂടുതലാണ്. ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചറിയാൻ സാധിക്കില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കാരണം പെൺ ഹൈനകൾക്കും ഒരു ഫേക്ക് ആയിട്ടുള്ള ടെസ്റ്റിസും പീനസും ഉണ്ടായിരിക്കും. തങ്ങളുടെ റാങ്ക് ഒരു പടി കൂടി ഉയർത്തുന്നതിന് വേണ്ടി ഈ പെൺ ഹൈനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മത്സരിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി റാങ്ക് കൂടിയ പെൺ ഹൈനകളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ള പെൺ ഹൈനകൾ കൊന്നുകളയുക വരെ ചെയ്യും. കൂട്ടത്തിലെ രണ്ടാമത്തെ റാങ്ക് കുട്ടികൾക്കാണ്. ഈ രണ്ടാമത്തെ റാങ്കിലും മേൽക്കോയ്മ കിട്ടുന്നതിന് വേണ്ടി കുട്ടികൾ അവരുടെ സഹോദരങ്ങളെ കൊന്നുകളയുന്ന രീതിയും ഇവർക്കിടയിലുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ സർവൈവ് ചെയ്യുകയുള്ളൂ. ഏറ്റവും കഷ്ടം ആണുങ്ങളുടെ കാര്യമാണ്. 3 വയസ്സാകുന്ന ഒരു ആൺഹൈനയെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. അവൻ പിന്നെ മറ്റ് ഹൈനകൾക്കൊപ്പം പോയി ചേരണം. ഇങ്ങനെ കൂട്ടത്തിൽ ചേരാനായിട്ട് വരുന്ന ഒരു ആൺഹൈനയെ കൂട്ടത്തിൽ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ പെണ്ണുങ്ങളാണ്. കൂട്ടത്തിൽ ചേർത്താലും ഇരയെ വേട്ടയാടി പിടിക്കുക എന്നതായിരിക്കും ഇവന്മാരുടെ മെയിൻ ജോലി. അങ്ങനെ വേട്ടയാടി കിട്ടുന്ന ഇരയെ പെണ്ണുങ്ങളും കുട്ടികളും കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇവർക്ക് കഴിക്കാം. റാങ്കിങ്ങിൽ ഏറ്റവും താഴെ കിടക്കുന്നത് കൊണ്ടായിരിക്കും ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാറില്ല.